ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം ആർത്തിയോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളോട് വചനം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രതീക്ഷകൾ കൈവിടാതെ വളരെ താഴ്വാരങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാരമുള്ള മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കൈവിടാതെ മുന്നോട്ട് പോകാനുള്ള കൃപ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വചനത്തിലൂടെ നമുക്ക് തന്നു. അനേകരെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി, നിങ്ങൾ വചനം കൈക്കൊള്ളുന്നതിന് നന്ദി, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നതിന് നന്ദി. എല്ലാവിധത്തിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും നിങ്ങളെ ധ്യാനത്തിൻ്റെ കൊടുമുടിയിലേക്ക്, ആത്മീക ചിന്തകളിലേക്ക് ആനയിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 94-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 94:18 വാക്യം ഇങ്ങനെയാണ്: എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. ഒന്നോടെ ഞാൻ ആ വാക്യം പറയട്ടെ. എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. പറയാൻ ആഗ്രഹിക്കുന്ന ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം ഞാൻ ആരംഭത്തിൽ അങ്ങ് പറയാം. ഭാരങ്ങളും പ്രയാസങ്ങളും ഉള്ളിൽ വന്നടിഞ്ഞുകൂടുക, ചിന്തകളിൽ, ഏകാന്തതകളിൽ, ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കടന്നുപോകുന്ന മേഖലകളിൽ മുമ്പിലുള്ള വലിയ പ്രതിസന്ധികളെ കാണുമ്പോൾ, നമുക്കൊറ്റയ്ക്ക് തരണം ചെയ്യാൻ വയ്യാത്ത മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതിനെ താണ്ടി കടക്കേണ്ടി വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നൊമ്പരങ്ങൾ, മനസ്സിലടിഞ്ഞുകൂടിയ ഭാരങ്ങൾ, ഇതെല്ലാം പറയാൻ ഒരാളുള്ളത് എന്നെ ആശ്വാസം എന്നറിയാമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്ത് നോക്കി. നമ്മുടെ വീട്ടിൽ ദൈവം ഒത്തിരി പേർ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നെ ദൈവം തന്നിരിക്കുന്നത് മറ്റൊരു ജീവജാലങ്ങൾക്കും. എനിക്കറിയില്ല ആനയും കൂടി സംസാരിക്കുന്നുണ്ടോ എന്ന്. ലോകത്തിലെ ഏതെങ്കിലും മൃഗങ്ങൾ തമ്മിൽ, പക്ഷിമൃഗാദികൾ തമ്മിലൊക്കെ ഊഹങ്ങൾ കണ്ടേക്കാം. ആശയവിനിമയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചേഷ്ടകൾ ഒക്കെ ജീവജാലങ്ങളിൽ കണ്ടേക്കാം. പക്ഷേ വാക്ക്, ഭാഷണം, സംഭാഷണം, സംസാരം, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഇത് കേൾക്കാൻ നമുക്ക് ചെന്ന് പറയാനൊരു സ്ഥലമുണ്ടെങ്കിൽ, പലരും പപ്പയുടെ അടുക്ക് വന്ന് പറയും. ഇപ്പം എൻ്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഞാനിങ്ങനെ ധ്യാനിക്കുകയോ വായിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൊച്ചുമോളൊക്കെ വന്നിരുന്ന് കുറച്ചു നേരം പറഞ്ഞിട്ട് ഞാൻ ആരോടാ പറയണ്ടേ? സിമ്പിളാണ്, കൊച്ചുകാരിയാണ്. കുറച്ചു നേരമൊക്കെ വന്നിരുന്നപ്പോഴത്തേക്ക് നിൽക്ക് ഞാനൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നിൽക്കെന്ന് പറയുമ്പോൾ കുറച്ചു നേരമൊക്കെ വന്നിരുന്നിട്ട് പോകുമ്പോൾ ഞാൻ ആരോടാ പറയണ്ടേ? അപ്പോൾ കുഞ്ഞുനാൾ മുതലുള്ള ഒരു വലിയ ആഗ്രഹമാണ്, മനുഷ്യൻ്റെ വലിയൊരു അവസരമാണ് പറയാൻ ഒരാളുള്ളത്. കഷ്ടപ്പാടും പ്രയാസമൊക്കെ സഹിക്കുമ്പോൾ ഇതാരോടും പറയാനില്ലാതെ, എല്ലാ കാര്യം എല്ലാവരോടും പറയാനും പറ്റിയല്ലോ, ആരോടും പറയാനില്ലാതെ ഉള്ളത്തിൽ ഭയങ്കര ഭാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരെ ദൈവം എന്നെ പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു. ഞാനൊരു ഫോൺ നമ്പർ തരാൻ പോവല്ല, സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുഴുവൻ ഭാരങ്ങൾ ഇങ്ങോട്ട് അയച്ചേക്കാൻ പറയാൻ പോവല്ല. ഞാൻ നിങ്ങളെ ഏറ്റവും നല്ലത് കാതുകൾ തുറന്നിരിക്കുന്ന ധന്യനായ ലോകത്തിൻ്റെ സകല മാനവകുലത്തിൻ്റെയും എത്ര ഭാഷയുണ്ടോ, എത്ര തരം ആൾക്കാരുണ്ടോ, അവരുടെ മുഴുവൻ കാര്യങ്ങൾ കേൾക്കാൻ കാതു തുറന്നിരിക്കുന്ന ഒരപ്പനുണ്ട്. അത് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളതൊന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് ദൈവാത്മാവ് ഇന്ന്, സ്തോത്രം, ഈ വാക്യം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ മുമ്പിലേക്ക് കൊണ്ട് തന്നത്. പറയാനൊരു ദൈവം. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ടല്ലോ, അത് ലോകത്തിലെല്ലാവരും ചെയ്യുന്ന പ്രാർത്ഥിക്കുക. അതിനകത്ത് ഇത്തിരി ഒഫീഷ്യലായിട്ടും ചില ഔപചാരികതയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ബന്ധം കൂടുകയാണ്. സ്തോത്രം, കേട്ടോളേ. ഈ അടുപ്പം കൂടുമ്പോഴാണ് പറയാൻ പറ്റുന്നത്. സ്തോത്രം. മറ്റതൊക്കെ ഇപ്പോൾ ഒരു ഭരണാധികാരി
എന്താ പറയുക, ഒരു ഉന്നതനായിരിക്കുന്ന അധികാരിയുടെ അടുക്കൽ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന്, ഒരു രാജ്യം ഭരിക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് ഇന്നത്തെ സമയത്ത് ഒരു പ്രജ എന്ന നിലയ്ക്ക് നമ്മളവിടുത്തെ പൗരനാണ്, നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ അടുക്ക് വന്ന് വോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് കസേര ഇരിക്കുന്നത്, ശരിയാണ്. പക്ഷേ ഒരു അധികാരത്തിലിരുന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ചു കുത്തി അങ്ങോട്ട് ചെല്ലാൻ പറ്റിയല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പരാതി തരാൻ പറയും. എന്താ ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്ന കീഴേ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയും, കളക്ടറേറ്റിൽ ചെന്നാൽ ഒരു പരാതി തരാൻ പറയും. ആ പരാതിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത്. അത് പരാതി പറയുന്നതിന് കോമണാണ്, ആർക്കും ചെയ്യാം. എന്നാൽ അധികാരിയോട് നേരിട്ട് സംസാരിക്കാനൊരവസരം കിട്ടുക എന്ന് പറയുന്നത്, ജഡ്ജിയോട് സംസാരിക്കാൻ ഒരു കുറ്റവാളിക്കോ ഒരു വാദിക്കോ പ്രതിക്കോ അവസരം കിട്ടുക എന്ന് പറയുന്നത് റയറാണ്. സ്തോത്രം. വാദവും കാര്യങ്ങളും പരാതിയും പെറ്റീഷനെ കൊടുക്കാം. ഇതുപോലെയാണ് മഹാദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പൊതുവായി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പറയാൻ ചിലർക്ക് ഒരു ഇൻറ്റിമസി, അടുപ്പമുള്ളവർക്ക് അവകാശമുണ്ട്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുക, ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കുകയല്ല, ഒരു പരാതി കൊടുക്കുകയല്ല, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പറയാൻ നമ്മുടെ പരിഭവങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ആരൊക്കെയോ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊന്നും ഒത്തിരി വലിയ കട്ടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ, ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും അഖിലാണ്ട അണ്ടകടാകടങ്ങളെ സൃഷ്ടിച്ചവനെന്നൊക്കെ പറഞ്ഞ് വലിയ പെരുപ്പിക്കേണ്ട കാര്യം അങ്ങനെയാണ് പറയുന്നത്. കാര്യം ചെന്ന് മനസ്സുരുകി പറയാൻ, അത് കേൾക്കാൻ ഒരു ദൈവം നമുക്കുള്ളത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഞാൻ 2-3 ചിന്തകൾ പറയാം കേട്ടോ. ഞാൻ ഓർപ്പിക്കാം. ചിലരോട് ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കഥയില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യനോട് ഇതൊന്നും പറഞ്ഞിട്ട് കഥയില്ല, അല്ലെങ്കിൽ ഇങ്ങനോട് ഇത് പറഞ്ഞിട്ട് എന്നാ ഗുണമുണ്ട്, നിന്നോടെ മോനെ എത്ര വട്ടം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ, നിനക്ക് ചെയ്യാവുന്ന കാര്യമല്ലടോ. അപ്പം ചിലരോട് പറഞ്ഞിട്ട് കഥയില്ല, വെറുതെ പോയി പറയാനേ ഒന്നുള്ളൂ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, പറയേണ്ടവരോടെ പറയേണ്ടത് പറയാവൂ, വെറുതെ പോയി പറയരുത്. യൂദയ്ക്ക് ഒരബദ്ധം പറ്റിയത് നിങ്ങൾക്ക് അറിയാലോ. ചതിയനാണ് അദ്ദേഹം. എന്നാൽ പോലും സ്തോത്രം, കർത്താവിനെ ഒറ്റിക്കൊടുത്ത കാശ്, അതുമായി ഈ ലാസ്റ്റ് കർത്താവിനെ അവർ അറസ്റ്റ് വരിച്ചു. ഇതൊരു നാടകമല്ല, യാഥാർത്ഥ്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണിലിരുട്ട് കയറിയ പോലെ യൂദ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി മഹാപുരോഹിതന്മാരുടെ അടുക്ക പോയി പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിച്ചു. അവർ പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്ക്, പറയേണ്ടവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുള്ളൂ. വല്ലാത്തിടത്തും ചെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പറയാൻ ഞാൻ പ്രാർത്ഥനയെ അടച്ചുകെട്ടി കളയുകയല്ല കേട്ടോ. അതിനേക്കാൾ ഒരു പടി കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ കയറട്ടെ എന്നോർത്ത് പറയുക. ഞാൻ ആത്മാർത്ഥമായി പറയാം, പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷെ എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുക്ക് പോയി പറയാൻ അപ്പൻ്റെ അടുക്ക മോന് എന്ന് പറയുന്ന പോലെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് തന്നതോർത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതോർത്ത് ഞാൻ 1000 നന്ദിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ചിലരോട് പറഞ്ഞിട്ട് കഥയില്ല, വേണ്ടാത്തിടത്ത് പോയി പറഞ്ഞിട്ടും കഥയില്ല. പറയേണ്ടവനോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവും. കർത്താവിൻ്റെ അടുക്ക് വന്ന് എത്രയോ പേര് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. ആ ദിവസത്തിൽ ഒരുമാതിരിപ്പെട്ട ഭാഗത്തൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങി നടക്കുവാണല്ലോ. അപ്പോൾ കനാന്യ സ്ത്രീ വന്ന് യേശുവിനോട് പറഞ്ഞു, എൻ്റെ മോക്ക് ഭൂതോദ്രവമാണ്. ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസം തോന്നിയെങ്കിലും പറഞ്ഞത് ദൈവത്തോടാ, സൃഷ്ടാവിനോടാ. ഒരു പരിഹാരം ഉണ്ടായില്ലേ? ചന്ദ്രരോഗം പിടിപെട്ടൊരു മോനെ കൂടെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് അങ്ങനെ സ്തോത്രം നിരാശാജനകമായൊരു മോനെ കൊണ്ട് നടക്കുന്നൊരപ്പൻ എത്ര പേരോടാ മോൻ്റെ കാര്യം പറഞ്ഞു കാണും. പറയേണ്ടിടത്ത് പറഞ്ഞപ്പോൾ അന്ന് ആ വിഷയത്തിൻ്റെ പരിഹാരവുമായിട്ടല്ല തിരിച്ച് വീട്ടിൽ പോയേ. ഒരു കുഷ്ഠരോഗി ഗിരിപ്രഭാഷണം കഴിഞ്ഞിറങ്ങി വരുമ്പോഴാണ് യേശു സമൂഹമധ്യത്തിൽ ചെല്ലാൻ പറ്റാത്ത അപമാനിതനായിരിക്കുന്ന മനുഷ്യൻ ആ മലഞ്ചലിൽ വെടിയോ പതുങ്ങി നിന്നു. യേശുവിനെ ഒറ്റയ്ക്ക് കെട്ടി ആൾക്കൂട്ടത്തെ നോക്കാതെ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കാമോ? യേശുവിനോട് പറഞ്ഞില്ലേ? ആൾക്കൂട്ടം എല്ലാം കൂടി വന്ന് വലിയ ബ്ലാക്ക് ക്യാറ്റ്സും VIP കൊണ്ട് നടക്കുന്ന പോലത്തുള്ള സെക്യൂരിറ്റി ഗാർഡും എല്ലാം കൂടി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റുവാണോ ചെയ്തത്? അല്ല. ആ കുഷ്ഠരോഗി പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം അവനെ തൊട്ട് സൗഖ്യമാക്കിയില്ലേ?
യെരിഹോവിലിരുന്ന് കുരുടൻ്റെ കാര്യമോ എല്ലാവരും പറഞ്ഞു മിണ്ടരുത് മിണ്ടരുത്. അവൻ പുതപ്പെട്ടിട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. പ്രയോജനം ഉണ്ടായോ? ഞാൻ നിങ്ങളോട് പറയാം, പറയേണ്ടവനോട് പറയാനൊരു ദൈവം നമുക്കുള്ളപ്പോൾ പറയേണ്ടതുപോലെ പറയേണ്ടവനോട് പറഞ്ഞാൽ പരിഹാരമില്ലാത്ത വിഷയമുണ്ടോ പറയാൻ? ആരോട്? അവിടെ ഇവിടെയൊക്കെ എൻ്റെ പൊന്നമ്മമാരെ, സഹോദരിമാരെ, പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ നല്ലതാണ്, അതൊരു തുടക്കമാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആരുടെയെങ്കിലും പുറകെ നടക്കുകയല്ല. നമുക്കൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവത്തോട് പറയാൻ അവകാശമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയ്ക്ക് പറയാൻ നമുക്ക് അവകാശമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില വാക്യങ്ങൾ പറയട്ടെ. വേദപുസ്തകത്തിലെ എത്രയോ വാക്യങ്ങളാണ്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തോട് പറഞ്ഞവരെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹപൂർണ്ണതയിലേക്ക് നന്മയിലേക്കൊക്കെ എത്തിച്ചേരാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ നോക്കി 140 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. സ്തോത്രം. യഹോവേ, എൻ്റെ യാചനകളെ കേൾക്കണമേ. അപ്പോൾ ദൈവത്തോട് എന്താ പറയുന്നത്? എന്നും പരാതിയും പരിഭവവും പരാതിക്കെട്ടുമായിട്ടല്ല പറയേണ്ടത്. പറയേണ്ട ഒത്തിരി കാര്യമുണ്ട് ദൈവത്തോട്. ഇവിടെ ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവത്തോട് എന്താ പറഞ്ഞു? എനിക്കെന്ന് ഈ ഗതികേട്, എനിക്കെന്നും ഈ തകർച്ചയാണ്, എന്നെ എന്തിനാ എങ്ങനെ സൃഷ്ടിച്ചേ എന്നല്ല ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആ വാക്യത്തിൽ തെളിച്ചു പറയാം, ദൈവമേ, നീ എൻ്റെ ദൈവം എന്ന് യഹോവയോട്. എൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഒത്തിരി ദൈവമൊന്നുമില്ല, എനിക്കൊരു ദൈവമേ ഉള്ളൂ, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ ചുമ്മാ കണ്ണടച്ച് ഞാൻ പറയുമ്പോൾ നഴ്സറി പിള്ളേരെ കൊണ്ട് സ്തോത്രം ടീച്ചർ പറയിപ്പിക്കുന്ന പോലെ ഞാൻ പറയുമ്പോൾ ചുമ്മാ പറയല്ല, ചിന്തിച്ചിട്ട്, വളരെ ചിന്തിച്ചിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്കൊരു ദൈവമുള്ളൂ, ഈ ദൈവത്തിൻ്റെ അടുക്ക ചെന്നിട്ട് എനിക്കൊരു ദൈവമുള്ളൂ, എനിക്ക് നോക്കാൻ വേറൊരു മുഖമില്ല, എനിക്ക് പറയാൻ വേറൊരു ദൈവമില്ല, എനിക്കേക ദൈവമുള്ളൂ, അങ്ങ് മാത്രം എൻ്റെ ദൈവം, അങ്ങ് മാത്രം എൻ്റെ ദൈവം, ഞാൻ യഹോവയോട് അങ്ങെൻ്റെ ദൈവമെന്ന് പറഞ്ഞു. പറഞ്ഞു, എൻ്റെ യാചനകൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, നീ എൻ്റെ ദൈവമാണ്, എൻ്റെ സങ്കടങ്ങളും യാചനകളും ഭാരങ്ങളും അവിടെ നിന്ന് കേൾക്കണമേ എന്ന്. നീ എൻ്റെ ദൈവം. എന്താ പറയേണ്ടത്? ദൈവത്തോടൊറ്റ വാക്ക്, കർത്താവേ, എനിക്ക് വേറെ ദൈവങ്ങളില്ല, എനിക്കൊരു ദൈവമുള്ളൂ, അങ്ങ് മാത്രം. അങ്ങ് എൻ്റെ യാചന കേട്ടില്ലെങ്കിൽ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ ആരെൻ്റെ പ്രാർത്ഥന കേൾക്കും? ഹല്ലേലൂയ, സ്തോത്രം. അടുത്തൊരു വാക്യം കാണിച്ചു തരാം. 42:9 സങ്കീർത്തനം. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. ഒരു തീരുമാനമാണ് ഇത്. പിന്നെയും കുറച്ചുകൂടെ എന്താ പറയുക, ഒരു വലിയ ഇതിനകത്തൊരു വലിയ കുടുംബബന്ധമാണ്. ഒരു റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ പറയില്ലേ സ്തോത്രം, പരിഭവം പറയാന്ന് പറയും എന്ന് പറഞ്ഞാൽ പിണങ്ങല്ല. എന്താ പറഞ്ഞത്? സ്തോത്രം, 9 വാക്യം, നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ആരോടാ പറയേണ്ടത്? കുറ്റം പറയുകയല്ല, പരിഭവം പറയുകയല്ല, മറ്റുള്ളവരുടെ അടുക്ക് പോയി നാണം കെടുത്തി കളയല്ല. ഈ ദൈവം, അയ്യോ ഒരു ഗുണമില്ല, ഞാൻ എത്ര നാൾ പുറകെ നടന്നതെന്നറിയാമോ, ഒരു ഗുണമില്ല, ദുഃഖിച്ച് നാണം കെട്ടുപോയി എന്ന് മറ്റുള്ളവരോടല്ല. നിനക്ക് പരാതി, പരിഭവം, വേദന, സങ്കടം, നീ ഒത്തിരി നാളായി തലകുരിച്ചോ റാബാഷിഖന. ആ വാക്യം ദൈവാത്മാവ് ശക്തമായി പറയുന്നു. നിങ്ങൾ ആരോടാ ഇത് പറയേണ്ടത്? നീ ദൈവത്തോട് പറ. അതിനുള്ള അവസരം ദൈവം തരികയാണ്. എന്നെ മറന്നോ, ഞാൻ എത്ര നാളായി കാലേ കിടന്ന് കരയുന്നു, ഞാൻ എത്ര നാളായി ഒറ്റയ്ക്ക് നിന്ന് സഹിക്കുന്നു. എൻ്റെ വീട്ടിലെ അപ്പനോട് എനിക്കത് പറയാൻ പറ്റില്ല, എൻ്റെ അമ്മയോട് പറയാൻ പറ്റില്ല, എനിക്കൊരു ആങ്ങളയില്ല, ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല, എൻ്റെ പ്രിയപ്പെട്ടവനോട് ഇത് പറയാൻ പറ്റില്ല, ലോകത്തിലൊരു മനുഷ്യനോട് ഇത് പറയാൻ പറ്റില്ല, എനിക്കിത് പറയാതെ ചങ്കുപൊട്ടുന്ന വേദന കൊണ്ട് നടക്കുക. ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ് സങ്കീർത്തനം 42:9 പറഞ്ഞത്. ദൈവത്തോട് എന്താ പറഞ്ഞത്? പറയുമെന്ന് ഈ മനുഷ്യൻ പറയുക. ചെന്നിട്ട് പറയും, എന്നെ മറന്നോ, ഞാൻ തലകുനിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. പറയാനൊരു ദൈവം ഉണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ ദൈവമക്കളെ, പറയാനൊരു ദൈവം ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, വീണ്ടും ആവർത്തിക്കുന്നു, നീ മറ്റുള്ളവരോടൊന്നും ഒരു ഭാരം പറയാൻ നടക്കരുത്. അത് നമ്മളൊന്ന് പഠിച്ചാൽ പിന്നെ വേറെ ഒരു മനുഷ്യനോട് നിൻ്റെ ദുഃഖം വേറൊരാൾ അറിയില്ല. പ്രയാസം വരും, കാല് വഴുതേണ്ട സ്ഥിതിയൊക്കെ വരും. പക്ഷേ സ്വർഗം ശക്തമായി പറയുന്നു, എന്തെല്ലാം സ്ഥിതിഗതികൾ വന്നാലും പറയേണ്ടവനോട് പറയുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ആ വലിയ
കൃപ, വലിയ ദയ നമ്മളെ പരിപാലിക്കും. ഞാൻ ഒന്നോടെ 94 സങ്കീർത്തനം 18 വാക്യം ഒന്നോടെ പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ കാല് വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നല്ല. എത്ര കാലമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ആര് കേൾക്കാൻ എന്നാണ് പറഞ്ഞത്? അല്ല, സ്തോത്രം. പിന്നെയോ, ഞാനത് പറഞ്ഞപ്പോഴേ അങ്ങയുടെ ദയ എന്നെ താങ്ങി. നീ ഇന്ന് പറഞ്ഞു നോക്ക്. ചുമ്മാ പോയിരുന്നു നമ്മളെന്നും പറയുന്ന പോലെ തന്നെ പിന്നെ പറയുന്ന 2 വാക്കെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കുറേ പ്രാസം ഒപ്പിച്ചോ, കുറേ വാക്യം പറഞ്ഞു. സ്തോത്രം. അണ്ടഘടാകടങ്ങളെ സൃഷ്ടിച്ച ദൈവമേ എന്ന് വിളിച്ചോ. സ്തോത്രം. ഇതൊന്നും അങ്ങനെയൊന്നും വലിയ ഫോർമാലിറ്റിയിലേക്ക് പോകാതെ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക്. പറയുമ്പോൾ താങ്ങാൻ, നിന്നെ താങ്ങാൻ, നീ പറയുമ്പോൾ നിന്നെ താങ്ങാൻ ദൈവത്തിൻ്റെ ദയയുടെ കരങ്ങൾ വെളിപ്പെട്ടു വരും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. പറയാൻ ആരുമില്ലാത്തവരെ, സ്തോത്രം, ആരോട് പറയുമെന്നോർത്ത് കൊണ്ടു നടക്കുന്നവരെ, മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇതെന്തായി തീരുമെന്നോർത്ത് ആകുലപ്പെടുന്നവരെ, ആദ്യം പറയേണ്ടത് ആരോടാണെന്നറിയാമോ? നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പറയണം, എന്നെ മറന്നതെന്ത്, ഞാൻ തല കുനിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നിന്നെ താങ്ങാൻ, നിന്നെ കരുതാൻ, നിന്നെ വഹിക്കാൻ, നിന്നെ ചുമക്കാൻ, നിന്നെ പിടിക്കാൻ, നിന്നെ തളരാതിരിപ്പാൻ, നിന്നെ ചുമലിലേറ്റാൻ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ദൈവത്തിൻ്റെ ദയ നിനക്ക് മുമ്പിലേക്ക് ഒരു പട്ടാളത്തെ പോലെ വരും. പറയേണ്ടവനോട് പറയേണ്ടത് പറഞ്ഞാൽ, സ്തോത്രം, പരിഹാരം വരുത്താൻ ഈ ദൈവം വിശ്വസ്തനാണ്. പറയാനൊരു ദൈവമുള്ളത് ഒരനുഗ്രഹമാണ്. ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഭാരങ്ങൾ, ഇന്നോ നാളെയോ ഈ ദിവസങ്ങളോ, മറക്കരുത് ഈ ദൂത് കിട്ടും. നാളെ വേറെ ദൂത് വരുമ്പോൾ ഇത് കളയരുത്, പിന്നെ കേൾക്കണം. ചില ദൂതുകളൊക്കെ ചിലരെന്നോട് പറഞ്ഞു, ചിലതൊക്കെ ഈ മൊബൈൽ ഹാങ് ആകാതിരിക്കാൻ വേണ്ടി കുറേ ഡിലീറ്റ് ചെയ്തു. ചിലത് ഡിലീറ്റ് ചെയ്തിട്ടില്ല പാസ്റ്ററെ, ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഈ സന്ദേശം ഡിലീറ്റ് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ മറക്കരുതേ, ഞാൻ തലകുനിച്ച് നടക്കേണ്ടി വരരുതേ. പറ, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്ക്. പറയാൻ തക്കവണ്ണം ഒരു ബന്ധം, ഇടനിലക്കാരില്ലാതെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് പറയാൻ മൺപൊടികളായി ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിന് സ്തോത്രം. ഒരധികാരിയോട് ഞങ്ങൾക്ക് എന്ന് പറയാൻ പറ്റില്ലപ്പാ, അവർ എഴുതി തരാൻ പറയും. ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനൊരു ദൈവമുള്ളതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ വചനം വെച്ച് ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങ് കൈവിടരുതേ. ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി കൊടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ. അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ